ഹലോ ഗൈസ്, ഈ റീസെൻ്റ്ലി നമ്മൾ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. സാൻസേ ഷാൻസ് എന്നാണ് ആ വില്ലേജിൻ്റെ പേര്. ഒരു ഓപ്പൺ എയർ ഹെറിറ്റേജ് ഏരിയ ആണ്. അവിടെ ഈ ഡച്ച് ടൈപ്പിലുള്ള വിൻമിൽസും വുഡൻ ഹൗസസൊക്കെയാണ്. ഇത് 17th 18th സെഞ്ച്വറിയുടെയാണ്. അവരത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന വുഡൻ ഹൗസസിലൊക്കെ ഇപ്പോഴും ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവിടെയൊക്കെ ചെന്നപ്പോൾ ഇങ്ങനെ ചെയേഴ്സൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ താമസക്കാരായിരിക്കും അവർ. അതുപോലെ തന്നെ ഈ കറങ്ങണ വിൻമില്ലില്ലേ, ഇതൊക്കെ 17th 18th സെഞ്ച്വറിയുടെയാണ്. അതൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ് ഇപ്പോഴും. ജസ്റ്റ് ചുമ്മാ കറങ്ങല്ല, അവർ പണിയെടുക്കുകയാണ്. നമുക്ക് ഈ കാണുന്ന വിൻമില്ലിൻ്റെ ഒക്കെ മേലെ കയറിയിട്ട് ഇതെങ്ങനെയാണ് ഈ വിൻമില്ലിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ വേൾഡിൽ തന്നെ പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കണ വിൻമില്ല് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള മറ്റൊരു ഹൈലൈറ്റ്, അവിടെ വുഡൻ ഷൂ വർക്ക്ഷോപ്പ് ഉണ്ട്. ഒരു മ്യൂസിയം പോലെ, സോവനീഴ്സിൻ്റെ ഒരു ഷോപ്പൊക്കെ പോലെ നമുക്ക് തോന്നും. ഈ കാണുന്നതാണ് ഈ വുഡൻ ഷൂസ്. ഈ കുഞ്ഞു മുതൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര വലിയ സൈസിലുള്ള ഷൂസ് വരെ അവിടെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് സോവനീഴ്സൊക്കെ പോലെ അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കാം. കണ്ട, ഇതൊക്കെ വുഡിൽ ഉണ്ടാക്കുന്നതാണ്. വുഡിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഈ ഷൂസിനെ ക്ലോഗ് എന്നാണ് പറയണത്. ഇത് പണ്ട് കാലത്ത് ഫാർമേഴ്സും വർക്കേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നതാണ്. ഈ ചെളിയിലും വെള്ളത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ അവരുടെ കാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഷൂ ഉണ്ടാക്കണേന്ന്. ഇത് ആ ഷൂമ തന്നെ ഡയമണ്ട്സ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വുഡൻ ഷൂ ആണത്. പിന്നെ അവിടെയുള്ള വേറൊരു അട്രാക്ഷൻ, അവിടെ ഇങ്ങനെ ചീസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം. അവിടേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പശു നിൽക്കുന്നുണ്ട്. ശരിക്കും ഒറിജിനൽ ആയിട്ട് തന്നെ നമുക്ക് തോന്നും. പിന്നെ അതേ ചീസിൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ചീസിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ ഫ്ലേവറിലുള്ള ചീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പീസുകൾ അവരവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. കുറ്റം പറയാൻ പാടില്ലല്ലോ, ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒരു കുഞ്ഞു കഷ്ണം ചീസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു. പിന്നെ ചെറിയ തോതിൽ നമ്മളും ചീസ് ലവേഴ്സ് ആയ കാരണം അതെല്ലാം നമ്മളങ്ങോട്ട് സഹിച്ചു. ഈ കാണുന്ന ആ വൈറ്റ് കളറിൽ കാണുന്നില്ലേ, ആ ചീസാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനത്തെ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ആ ഫ്ലേവറാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ സ്പൈസി വരുന്നത്, മിൻറ്റ് ടേസ്റ്റ് വരുന്നത്, റോസ്മേരി ഫ്ലേവർ വരുന്നത്, അങ്ങനെ പല ഫ്ലേവറിൽ വരുന്ന ചീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സാൻസേ ഷാൻസിൻ്റെ തൊട്ടടുത്ത് വരുന്ന വേറൊരു പ്ലേസാണ് സാന്ത. അപ്പോൾ അവിടെയുള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. ആ ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ്. നോക്കിയാൽ അതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയേ, ചെറിയ വീടുകൾ ഇങ്ങനെ മേലേക്ക് കയറ്റി വെച്ച പോലെ ഇല്ലേ. ഇതൊരു സാധാരണ ഒരു ഹോട്ടലാണ്, പക്ഷേ ആ ഹോട്ടലിൻ്റെ ഡിസൈൻ അതിനെ ഭയങ്കര ഫേമസ് ആക്കി. ലെഗോ ഹൗസസ് എന്നൊക്കെയാണ് ഇതിനെ പറയണത്. ഞങ്ങളപ്പോൾ അതൊന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കൊള്ളാല്ലേ.